ഓസ്ട്രേലിയയിലേക്ക് വരുന്നതാണോ മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നതാണോ നല്ലതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു അനുഭവം പറയാമെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയിൽ വന്ന് നിയമാനുസൃതമായ വിസയിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ പെർമനൻറ്റ് റെസിഡൻ്റായി സിറ്റിസണായി ഏത് ജോബും ചെയ്യുക. അപ്പം പലരും ചോദിക്കുന്നുണ്ട്, ചില സമയം നമ്മൾ വൈഫിൻ്റെയോ ഭർത്താവിൻ്റെയോ ഒരു ജോബിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. ഏത് ജോലി എടുത്താലും മാന്യമായി ജീവിക്കേണ്ട ഒരു സാലറി നമുക്കുണ്ട് ഇവിടെ. നിങ്ങൾ നിയമാനുസൃതമായിട്ട് പിന്നെ യൂബർ ടാക്സിൽ ഓടിക്കണമെങ്കിൽ അതിനനുസരിച്ച് നിയമാനുസൃത ലൈസൻസ് കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ കൂടി വേണ്ട. പലർക്കുള്ള ടെൻഷൻ നമുക്ക് രണ്ടാൾക്കും ഒരു സ്ഥലത്ത് തന്നെ ജോബ് കിട്ടുമോ, ചില സമയങ്ങളിൽ ഇപ്പോൾ എൻജിനീയേഴ്സ് അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇപ്പം മാനേജർമാരെ പൊസിഷനുകളുണ്ട്. അങ്ങനെ ഇപ്പം എന്താ പറയണ്ട ഒരുപാട് ഫാക്ടറി കാര്യങ്ങൾ. പിന്നെ ഡ്രൈവിംഗ് മേഖലയിൽ എന്ന് വെച്ചാൽ ഓസ്ട്രേലിയ തുറന്ന് കിടക്കുന്നത് എപ്പോൾ ഡ്രൈവേഴ്സ് വേണം. നമ്മളെ ബസ്സുകളായാലും ഇച്ചിരി ബസ്സിലെല്ലാം ഒരു മണിക്കൂറിന് അവർ വാങ്ങുന്നത് ഏകദേശം ഒരു 2200-2800 ഇന്ത്യൻ റുപ്പീസാണ് ഒരു മണിക്കൂറിന്. അതപ്പോൾ ഒരു 8 ഒരു ദിവസം കിട്ടുന്ന പൈസ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ജസ്റ്റ് ഒരു KFC, മാക്ഡൊണാൾഡ്സ് എവിടെ വർക്ക് ചെയ്യുന്നതായാലും നമുക്ക് മാന്യമായ സാലറി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഓസ്ട്രേലിയയിലേക്ക് വരിക, നല്ലൊരു ലൈഫ്, പീസ്ഫുൾ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ എത്രയും പെട്ടെന്ന് വരിക. വന്നിട്ടെന്ന് വെച്ചാൽ നമ്മളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾ പോകുന്ന വഴിക്കുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാണാം. അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, കാണുന്നുണ്ട്. ഇപ്പോൾ തായ്ലാൻഡിൽ നിന്നൊന്ന് വന്നിട്ടുണ്ട്, അവർ ഇവിടെ ന്യൂകാസിൽ അങ്ങോട്ടാണ്. അപ്പോൾ അവരെ ഒന്ന് മീറ്റ് ചെയ്യണം നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പം. അതേപോലെ തന്നെ നമ്മളുടെ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും.